പരിശുദ്ധമായ മുഹറം 10 ആശൂറ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുക്കി വെക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല 4 വിഭാഗം എത്ര കഷ്ടപ്പെട്ട് നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും അവർക്ക് ആശൂറയിൻ്റെ ഫലം ലഭിക്കില്ല. അള്ളാഹുവിൻ്റെ ശാപമാണ് അവർക്കുണ്ടാവുക. അതാരൊക്കെയാണെന്ന് പഠിക്കണ്ടേ? അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത് അല്ലേ? മുഹറം ആദ്യ 10 വളരെയേറെ പ്രത്യേകതകളുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം മുഹറം 10 ആശൂറ നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈ ആശൂറ പോലുള്ള ദിവസങ്ങളൊക്കെ അള്ളാഹ് ഒരുപാട് ബഹുമാനിച്ചതാണല്ലേ. ആ ദിവസങ്ങളോടൊരു ആദരവ് നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് തഖ്വയുടെ അടയാളാണ്. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. തഖ്വയുള്ളവർക്ക് ഇതിനൊക്കെ ബഹുമാനിക്കാൻ പറ്റും. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരാണ് നമ്മളെങ്കിൽ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു. കാരണം എന്താ? അള്ളാഹ് ഏറെ ആദരിച്ച നിമിഷങ്ങളെ അനാദരിച്ചതുകൊണ്ട്. അപ്പോൾ ഈ നിമിഷങ്ങളൊക്കെ വീടും കാര്യങ്ങളും പരിസരമൊക്കെ ഭംഗിയാക്കണമെന്നേ. ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ പരിശുദ്ധ റമദാനിൽ വീടൊക്കെ വൃത്തിയാക്കി. മുഹറം മാസം ആദ്യ 10 അള്ളാഹ് ബഹുമാനിച്ച നിമിഷങ്ങളായിട്ട് എത്ര പേര് വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്? ഇനി വീടിൻ്റെ അകത്ത് എത്ര പേര് വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ? കുറച്ച് പേരൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. ഇനി ആ വൃത്തിയാക്കൽ വേണം. അത് വളരെ വലിയ സുന്നത്താണ്. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. മലക്കുകൾ അടുപ്പിക്കുന്ന കാര്യമാണ്. ഈ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ വേസ്റ്റുകൾ കൂടി കിടന്നാൽ, വൃത്തിയാക്കാതെ കിടന്നാൽ അത് പിശാചിൻ്റെ കേന്ദ്രമാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവണം. അത് മലക്കുകളുടെ ഒരു സന്തോഷത്തിൻ്റെ കേന്ദ്രമാകും. നമ്മൾ വാതിലൊക്കെ അടച്ച് പിന്നെ വീട് തുറന്ന് കയറി വരുമ്പോഴത്തേക്കും ഒരു ജാതി വൃത്തികെട്ട മണമാണ് വീടിൻ്റെ അകത്തുള്ളതെങ്കിൽ അത് ശൈത്താൻ്റെ കേന്ദ്രമാണ്. അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വീടുണ്ട്. അതേതാണ്? അത് നമ്മുടെ കൽബാണ്. ഈ കൽബാകുന്ന വീട് വൃത്തിയാക്കാതെ എത്ര നമ്മൾ പുറത്തടിച്ച് വാരിയിട്ടും കാര്യമില്ല, നമ്മൾ രക്ഷപ്പെടില്ല. അൽ ഖൽബ് അർശുല്ലാ. ഈ കൽബ്, മനുഷ്യൻ്റെ കൽബ്, അതിനൊരുപാട് അറകളുണ്ട്. ആ അറകളൊക്കെ തുരന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അള്ളാനെ കാണും കൽബിൻ്റെ കണ്ണുകൊണ്ട്. അപ്പോൾ അള്ളാനെ കാണാനുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ കൽബ് എന്ന് പറയുന്നത്. ആ കൽബ് നിറച്ച് മാലിന്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ മാലിന്യ കൂമ്പാരത്തെ കഴുകിക്കളയേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമ്മൾ പഠിച്ച ദിക്റാണല്ലേ. അത് ഒരു വിനയവിധേയനായി നിന്ന് കൊടുത്ത് ചൊല്ലേണ്ട ദുആയാണത്. ശരിക്കും അത് എന്ത് ദുആ ഒന്ന് ചിന്തിച്ച് നോക്കി. അതിൽ ദുആ ഉണ്ടോ? നമ്മൾ നോക്കുമ്പോൾ ഒരു ദുആയുമില്ല. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്ക് അർഹനില്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. അത്രയും മതി അള്ളാഹ്ക്ക്. നമ്മളൊരുപാട് വർച്ചോനെ രക്ഷിക്കണേ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ദിക്ർ രക്ഷപ്പെടുത്താൻ അതും അല്ലാത്തൊരു ദുആയാണ്. നമ്മൾ ആ പറയണ എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധ്യനും ഇല്ല അല്ലാഹ്, എനിക്ക് നീ മാത്രമേ ഉള്ളൂ അല്ല എന്നാണ് പറയണത്. എനിക്ക് നീയേ ഉള്ളൂ അല്ല. അതൊരു സമ്മതിക്കലാണ്. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ വെറുതെ വിളിച്ച് പറയണതല്ല, ഒരു ബോധ്യമായിട്ട് പറയണം. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ എനിക്ക് ആരുമില്ല പടച്ചോനെ. സുബ്ഹാനക, നീ പരിശുദ്ധനാണല്ലോ, നീ മാത്രമാണ് പരിശുദ്ധൻ. അപ്പോൾ നമ്മുടെ കൽബിലുണ്ടാകണം എനിക്ക് ഒരു പരിശുദ്ധിയില്ല. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമിയാണ്, ഞാൻ തോന്നിവാസിയാണ് പടച്ചോനെ. നീയാണല്ലോ പരിശുദ്ധൻ, ഞാൻ തെമ്മാടിയാണല്ലോ. ഒന്ന് രക്ഷിക്കണേ അല്ല. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. വല്ലാത്തൊരു ദുആയാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നേ. ഈ പരീക്ഷണങ്ങളെയൊക്കെ ഒരു വൈകാരികമായിട്ട് നേരിടണം. ഞാൻ സംഗതി പറഞ്ഞു തരട്ടെ. നല്ല അടിപൊളി ഭാര്യയാണ് നിങ്ങളെങ്കിൽ ഭർത്താവ് കൊണ്ടുതരുന്ന സമ്മാനം എന്താണെങ്കിലും ഇഷ്ടപ്പെടും അല്ലേ? ഇപ്പോൾ സ്നേഹമില്ലാത്തൊരു ഭാര്യയുടെ അടയാളം എങ്ങനെയാണ്? ഭർത്താവ് ഇപ്പോൾ ഒരു സമ്മാനം കൊണ്ടുവരികയാണ്. അപ്പോൾ അവൾ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും അവൾ ഭയങ്കര പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവൾ പ്രതീക്ഷിച്ചത് ചിലപ്പോൾ വല്ല ഗോൾഡ് കോയിനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവൻ കൊണ്ടുവന്ന് കൊടുത്തത് വേറെ ഏതാണ്ട് ഈ നമ്മുടെ ഒരു ക്രിസ്റ്റൽ സാധനം, എന്തെങ്കിലും ഷോക്കേസിൽ വെക്കേണ്ട ഒരു സാധനമാണ്, ഒരു ലവ് ചിഹ്നം പോലത്തെ സാധനം. അപ്പോൾ ഇവിടെ വലിയ കാര്യത്തിൽ ഓപ്പണൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അയ്യേ ഇതാണ് ഇവിടെ നല്ല ഭാര്യയല്ല. എന്നാൽ നല്ല ഭാര്യ ഏതാണെന്നറിയോ? ഭർത്താവ് അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നൊരു ഗിഫ്റ്റ് അവളെന്നും റോഡ് സൈഡിൽ കാണുന്നൊരു സാധനമാണ്. കണ്ട് മടുത്തു. അതിനോട് അവൾക്കൊരു ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു സാധനം, അതിനോടൊരു താല്പര്യവും അവളുടെ മനസ്സിലില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ ഭർത്താവ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. പക്ഷേ അവളിതങ്ങ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അവളുടെ മനസ്സിലെന്ത് ചെയ്യും? അവൾ എല്ലാ സങ്കടങ്ങളും മറന്നു. എൻ്റെ ഇക്കാക്ക കൊണ്ടുവന്ന സാധനം എന്നുള്ള നിലക്ക് അതിനോടൊരു ഭയങ്കര സ്നേഹം. അതിങ്ങനെ എടുത്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാക്ക, എനിക്ക് ഭയങ്കര സന്തോഷമായി, എൻ്റെ ഇക്കാക്ക എന്നെ പരിഗണിച്ചല്ലോ എന്നുള്ള സന്തോഷം.
അപ്പോൾ ഇവിടെ കൊണ്ടുവരപ്പെടുന്ന സമ്മാനത്തിനല്ല, ആര് തരുന്നു എന്നുള്ളിടത്താണ് ഈ സംഗതി വർക്കൗട്ട് ആകേണ്ടത്. ഇതുപോലെ എനിക്ക് പനി വരുമ്പോൾ, എനിക്ക് പനി ബാധിക്കുമ്പോൾ, എനിക്കൊരു രോഗം വരുമ്പോൾ, ഈ രോഗം തന്നതാരാണ്? അല്ലാഹ്. എത്രയോ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടിട്ട് അവർക്കൊന്നും പനി കൊടുക്കാതെ എന്നെ തെരഞ്ഞു പിടിച്ച് എനിക്ക് പനി തരണമെങ്കിൽ എൻ്റെ റബ്ബിന് എന്നോട് എന്ത് ഇഷ്ടം ഉണ്ടാവണം? എനിക്കെൻ്റെ റബ്ബ് തന്ന പനി, എൻ്റെ ഇക്കാക്ക തന്ന ഗിഫ്റ്റ് എന്ന് പറയണ പോലെ എൻ്റെ റബ്ബ് തന്ന പനി. അപ്പോൾ അതിനോടൊരു വൈകാരികത. വെറും പനിയോട് നമുക്കൊരു വൈകാരികതയില്ല, പക്ഷെ ഇത് തന്നതാരാണ്? അല്ലാ. എന്ത് രസമായിരിക്കും അല്ലേ അത്. അങ്ങനെ ഓരോ വിഷയങ്ങളിലും എൻ്റെ റബ്ബാണ് എനിക്ക് തന്നത് എന്ന് ഓരോ പരീക്ഷണങ്ങളെയും തിരിച്ചറിഞ്ഞു നോക്കിക്കേ, ലൈഫ് സെറ്റാണ്. ആ പരീക്ഷണങ്ങളെ ആസ്വദിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇരിക്കട്ടെ, ആ ഒരു മൈൻഡോടുകൂടെ കൽബിനെ ക്ലീൻ ആക്കണം. അങ്ങനെ 4 വിഭാഗങ്ങളുണ്ട്. 4 വിഭാഗങ്ങളിലേക്ക് മുഹറം 10ൻ്റെ ഗുണം ഉണ്ടാവില്ല, അറഫയുടെ ഗുണം ഉണ്ടാവില്ല, ആശുറാൻ്റെ ഗുണം ഉണ്ടാവില്ല, റമദാൻ്റെ ഒന്നും കിട്ടില്ല അവർക്ക്. 4 വിഭാഗങ്ങൾ. ഒന്നേതാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുതുബിനുൽ ഖംർ, കള്ളൂടിയന്മാരാണ്. കള്ളൂടി എന്നൊരു വിഷയമല്ല. എത്രയോ സഹോദരിമാർ സങ്കടം പറയുന്നുണ്ട്, ഉസ്താദെ എൻ്റെ ഭർത്താവ് ലഹരിക്ക് അടിമയാണ്, ഒന്ന് ദ്വാരക്കണം എന്നാണ്. വല്ലാത്തൊരു പ്രയാസം കേട്ടോ. ലഹരിക്ക് ഒന്നും ഉപയോഗിക്കരുത്, അള്ളാഹ്ക്ക് വെറുപ്പാണ്. അള്ളാഹ് ഹറാമാക്കിയ സംഗതിയാണ്. മുത്തുനബി തിരിഞ്ഞു നോക്കൂല, വലിയ ഡേഞ്ചർ സോണിലാണ് അവർ അല്ലേ. കള്ളു കുടിക്കരുത്. കള്ളുകുടിയന്മാർ അവർ തൗബ ചെയ്യാത്തടത്തോളം അവർക്ക് മുഹറം 10ൻ്റെ ആ പോരിശ അവർക്ക് ലഭിക്കൂല. രണ്ടാമത്തെ ഒരു വിഭാഗം ഏതാണ്? അത് മാതാപിതാക്കൾ വെറുപ്പിച്ചവരാ. വാപ്പാനെയും ഉമ്മാനെയും നിങ്ങൾ ഒച്ചപ്പാടൊന്നും അവരുണ്ടാക്കിക്കൊള്ളുന്നില്ല, അവരെ മനസ്സിൻ്റെ അകത്തൊരു വെറുപ്പുണ്ടായാൽ മതി. അൽഖമ റളിയല്ലാഹു അൻഹുവിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറയുന്നുണ്ട്, നബിയെ അൽഖമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണില്ല യാ റസൂലല്ലാഹ്. ഞങ്ങൾ എത്രയോ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു, പക്ഷേ അൽഖമ ചൊല്ലണില്ല മരിക്കാൻ നേരത്ത്. അപ്പോൾ എന്താ സംഭവം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ അൽഖമയിൽ നിന്ന്? ഒന്നുമില്ല നബിയെ, പിന്നെ നല്ല മോനായിരുന്നു, പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേ എനിക്കൊരു പ്രയാസം, അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ എന്നെ ഒരു പ്രയാസപ്പെടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നബി. അത്രയേ ഉള്ളൂ. അപ്പോൾ റസൂലുള്ള പറഞ്ഞെന്താ, വേഗം വിറക് കൂട്ടു, എന്നിട്ട് ആ തീയിലിട്ട് അൽക്കമയെ കത്തിച്ച് കളയാനാണ് പറഞ്ഞത്. ഏതുമ്മാക്കാ സഹിക്കാൻ പറ്റും? വേണ്ട നബി, എൻ്റെ മോന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുകയാണ്. അപ്പോൾ എത്ര വലിയ ആളാണെങ്കിലും ഉമ്മാടെ പൊരുത്തം കിട്ടിയിട്ടില്ലേ, വാപ്പാടെ പൊരുത്തം കിട്ടിയിട്ടില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും നോമ്പ് പിടിച്ചിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് മരുമക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മാനെ വാപ്പാനെ അവരുടെ കുടുംബക്കാരെ പരിഗണിക്കുക. അത് ഭർത്താവിൻ്റെ സ്നേഹം ധാരാളം കിട്ടാൻ കാരണമാണ്. അതുപോലെ തന്നെ ഭർത്താവിനോട് പറയാനുള്ളത്, ഭാര്യയുടെ ഉമ്മാനെ വാപ്പാനെയൊക്കെ വല്ലാതെ പരിഗണിക്കുക, അവരുടെ സ്നേഹത്തിനും അത് കാരണമാണ്. ഇനി അമ്മായിയമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പോരെടുക്കരുത് കേട്ടോ. നിങ്ങൾ പോരിൻ്റെ ആശാത്തികളാണ്, പോരെടുക്കരുത്. നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ മോൻ്റെ ഭാര്യയാണ് അല്ലേ, നിങ്ങളുടെ മോളായിട്ട് കാണുക അവളെ, മരുമോളൊന്നും അല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരിക്കും ജീവിതം അല്ലേ. അവളുടെ വരുമ്പോൾ തന്നെ സ്വർണ്ണം എടുത്ത് ലോക്കറിൽ, നിങ്ങൾക്ക് ആരാ അവകാശം തന്നാൽ അവക്കടെ സ്വർണ്ണം എടുത്ത് ലോക്കറിൽ വെക്കാൻ? എത്ര വൃത്തികെട്ട സ്വഭാവമാണത്. അവളുടെ സ്വർണ്ണം അവക്കടേതാണ്, അത് നിങ്ങൾക്കും അവകാശമില്ല, നിങ്ങളുടെ മോനും അവകാശമില്ല. അത് അവക്കടെ സ്വർണ്ണം, അവളുടെ സ്വർണ്ണമാണത്. അവൾ തന്ന വല്ലതും മേടിക്കുക, അല്ലാതെ അതിങ്ങോട്ട് ഒരു തന്നേക്കും ഉമ്മ എടുത്ത് ലോക്കറിലേക്ക് വെച്ചോളാം, ഒരറ്റടി കൊടുക്കണം ഉമ്മക്ക് അല്ലേ. അങ്ങനത്തെ കുറേ പഴയകാല ക്ലീഷേ ഉമ്മച്ചിമാരായി നിങ്ങൾ മാറരുത്. അതൊക്കെ മോശമാണ്, അതൊക്കെ പഴയ നൂറ്റാണ്ടിലാണ്. അതൊക്കെ മാറണം കേട്ടോ. അപ്പോൾ നല്ല ഉമ്മയാണെങ്കിൽ ആ ഉമ്മയുടെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗ്ഗം. എല്ലാ ഉമ്മയുടെയും കാലിൻ്റെ ചോട്ടിൽ സ്വർഗ്ഗമില്ല. സ്വർഗ്ഗം കാലിൻ്റെ ചോട്ടിൽ വെക്കാൻ പറ്റുന്ന ഉമ്മയായിട്ട് നിങ്ങൾ മാറണം. ആ ഉമ്മയുടെ കാലിൻ്റെ ചൂട് വരെ നമ്മൾ താഴണം, എന്നാലേ സ്വർഗ്ഗം കിട്ടുള്ളൂ. മാന്യമായിട്ട് പെരുമാറണം. അപ്പോൾ മാതാപിതാക്കളുടെ വെറുപ്പുണ്ടോ? നിനക്ക് ഒരു മുഹറം 10 കിട്ടൂല, ഒരു ആശുറാൻ കിട്ടൂല. ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താ? മൂന്നാമത്തെ ആർക്കാണ് കിട്ടാത്തത്? കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നവർ. നമ്മളിൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കുടുംബ ബന്ധം ചേർക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാകണം. അപ്പോൾ അവർ നമ്മളോട് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും നമുക്ക് വിഷമമില്ലാന്നേ. നമ്മളത് അവർക്ക് വേണ്ടി കുടുംബ ബന്ധം ചേർക്കുമ്പോഴാണ്, ഞാൻ സലാം പറഞ്ഞിട്ടും അവരെന്നോട് മടക്കിയില്ല, ഞാൻ ചിരിച്ചിട്ടും ചിരിച്ചില്ല, അവൻ്റെ മൂക്കട കല്യാണത്തിന് ഞാൻ 500 കൊടുത്തിട്ട് എനിക്ക് 250 തന്നത്. ഈ സംഗതികളൊക്കെ ഉണ്ടാവണം എവിടെ നിന്നാ? നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാ ബന്ധം ചേർക്കുന്നത് എന്ന് വരുമ്പോഴാണ്. എന്നാൽ അള്ളാഹ്ക്ക് വേണ്ടി ചേർത്ത് നോക്കിയേ, അവൻ തന്നതും വിഷയമല്ല, തരാത്തതും വിഷയമല്ല, അവൻ ചിരിച്ചാലും വിഷയമല്ല, ചിരിച്ചില്ലെങ്കിലും വിഷയമല്ല. അള്ളാഹ്ക്ക് വേണ്ടി നമ്മളങ്ങോട്ട് പോകും. അവർ സലാം പറഞ്ഞിട്ട് മടക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഞാൻ കുടുംബബന്ധം ചേർക്കണത് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. അർശിൻ്റെ ചോട്ടിൽ കിടന്ന് കുടുംബബന്ധം പറയും, മൻ വസല നീ വസലഹുല്ല, എന്നെ ചേർത്തവനെ നീ ചേർക്കണേ അല്ല, എന്നെ തകർത്തവനെ നീ തകർക്കണേ അല്ല. ഇത്ര ഗൗരവമുണ്ട്. ലൈസൽ വാസുലു ബിൽ മുക്കാഫിർ. കുടുംബബന്ധം ചേർക്കാന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം ചെയ്യലല്ല. അവർ വരട്ടെ എന്നിട്ട് ഞാൻ പോവാം, അവർ വിളിക്കട്ടെ ഞാൻ മൂത്തതാണ്, അല്ലെങ്കിൽ മൂത്തൊരു വിളിക്കട്ടെ ഞാൻ ഇളയത്, അങ്ങനെ സംഗതി ഇല്ല കുടുംബബന്ധം ചേർക്കൽ. അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ചേർത്തോ,
അവർ മിണ്ടോ മിണ്ടാതിരിക്കുകയോ ചെയ്യട്ടെ, നീ അള്ളാഹ്ക്ക് വേണ്ടി ചേർക്കണമെന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹ്. ഇനി നാലാമത്തെ ഒരു വിഭാഗം ഏതാ? പിണങ്ങി നിൽക്കുന്നവർ. അള്ളാഹ്ക്ക് വേണ്ടി പിണങ്ങിയവരെന്നല്ല, വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുന്ന ആളുകളിലേക്കും മുഹറം 10 അന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങൂല. അപ്പോൾ ഇത് വലിയ പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ മാറ്റി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖൽബും വീടും ഒക്കെ വൃത്തിയാക്കി ആ മനോഹരമായ ദിവസത്തെ സ്വീകരിക്കുക. അള്ളാഹു ആ മുഹറം 10 പരിപൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.